നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രചാരണത്തിന് തുടക്കം കുറിച്ച് രാഹുൽ. സ്ഥാനാർത്ഥികളായില്ലെങ്കിലും രാഹുൽ ഗാന്ധിയെ തന്നെ ഇറക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസ്. അധികാരത്തിൽ വന്നാൽ കേന്ദ്രത്തിൽ ഫിഷറീസ് മന്ത്രാലയം സ്ഥാപിക്കുമെന്നും പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പാക്കുമെന്നും പൊതുതെരഞ്ഞെടുപ്പിലെ അജണ്ടയായി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തിന് ആവശ്യം വന്നപ്പോൾ ഓടിയെത്തിയ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആരുമുണ്ടായില്ലെന്നും തൃപ്രയാറിൽ ഫിഷർമെൻ പാർലമെന്റിൽ രാഹുൽ കുറ്റപ്പെടുത്തി. രാജ്യത്തെമ്പാടുമുള്ള മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായി സംവദിക്കവെയാണ് ഫിഷറീസ് മന്ത്രാലയം ആരംഭിക്കുമെന്ന വാഗ്ദാനം രാഹുൽ ഗാന്ധി നൽകിയത്. പ്രളയകാലത്ത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാപ്രവർത്തനത്തെയും രാഹുൽ അഭിനന്ദിച്ചു. പക്ഷേ ഓഖി പോലുള്ള ദുരന്തമുണ്ടായപ്പോൾ ആരും അവരുടെ കണ്ണീരൊപ്പാൻ എത്തിയില്ല. അധികാരത്തിൽ വന്നാൽ പാർലമെന്റിലും നിയമസഭകളിലും 33% വനിതാ സംവരണം ഉറപ്പാക്കും. സർക്കാർ ഉദ്യോഗത്തിലും സംവരണമുണ്ടാകും. സങ്കീർണമായ GST പരിഷ്കരിച്ച് ഒറ്റ നികുതി സംവിധാനം ഏർപ്പെടുത്തുമെന്നും രാഹുൽ ഉറപ്പു നൽകി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ 2019 will decide on a minimum income line. Certain income will be called the minimum income in India. സാർവത്രിക അടിസ്ഥാന വേതനം ഉറപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചു. സാധാരണക്കാരന്റെ ശബ്ദമല്ല, വൻകിട കുത്തകകളുടെ ശബ്ദമാണ് പ്രധാനമന്ത്രി കേൾക്കുന്നത്. കർഷകർ കടം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ പ്രധാനമന്ത്രി അതിസമ്പന്നരുടെ കടം എഴുതിത്തള്ളുകയാണെന്നും രാഹുൽ ആരോപിച്ചു. സ്ഥാനാർത്ഥി നിർണയവും പ്രചാരണവും ആദ്യം നടത്തി ഇടതുമുന്നണി ബഹുദൂരം മുന്നോട്ടു പോയെങ്കിലും രാഹുൽ ഗാന്ധിയെ രംഗത്തിറക്കി മേൽക്കൈ നേടാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയം പാതി വഴിയില്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വരവോടെ അണികളും പ്രവർത്തകരും ആവേശത്തിലായി. ക്യാമറാമാൻ ഇമാനുവൽ തോമസിനോടൊപ്പം തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കണ്ണൂർ വിമാനത്താവളത്തിലെത്തി. മട്ടന്നൂരിൽ കൊല്ലപ്പെട്ട ഷുഹൈബിന്റെ കുടുംബാംഗങ്ങളെ രാഹുൽ കാണും. കാസർഗോഡ് പെരിയയിലെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും വീടുകളിലും രാഹുൽ ഗാന്ധി എത്തും. വൈകിട്ട് 4:30 രാഹുൽ പങ്കെടുക്കുന്ന കോഴിക്കോട്ടെ റാലി. വിവരങ്ങളുമായി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് അശ്വിൻ വലത്തും, കാസർഗോഡ് നിന്ന് മനു ഭരത്തും, കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും ചേരുന്നു. അശ്വിൻ, വടക്കൻ കേരളത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാലത്തെ രാഹുൽ ഗാന്ധിയുടെ ഈ ആദ്യ വരവിൽ നല്ല സ്വീകരണമാണോ കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയത്? ശരത്, ഇവിടെ കണ്ണൂർ വിമാനത്താവളത്തിൽ അല്പസമയം മുൻപാണ് രാഹുൽ ഗാന്ധി എത്തിയത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പ്രവർത്തകർ വിമാനത്താവളത്തിന് പുറത്ത് തന്നെ തടിച്ചുകൂടിയിരുന്നു. പക്ഷേ രാഹുൽ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തുന്നില്ല. ഇവിടെ VIP ലോഞ്ചിൽ വെച്ചിട്ട് സുരക്ഷാ കാരണങ്ങളാൽ VIP ലോഞ്ചിൽ വെച്ച് എടയന്നൂരിലെ ഷുഹൈബിൻ്റെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. കൂടിക്കാഴ്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് അരമണിക്കൂർ സമയത്തോളം ഷുഹൈബിൻ്റെ ബന്ധുക്കളുമായി രാഹുൽ ഗാന്ധി സംസാരിക്കും. അതോടൊപ്പം തന്നെ 11 പേരാണ് ഷുഹൈബിൻ്റെ മാതാപിതാക്കളും ഒപ്പം അടുത്ത ബന്ധുക്കളുമായി രാഹുലിനെ കാണാൻ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം കണ്ണൂരിലെ പ്രധാന കോൺഗ്രസ് നേതാക്കളായി 20ഓളം പേരും VIP ലോഞ്ചിനകത്ത് എത്തിയിട്ടുണ്ട്. ഇവരുമായി രാഹുൽ അരമണിക്കൂർ സമയത്തോളം കൂടിക്കാഴ്ച നടത്തും. പിന്നീട് ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കാസർഗോഡേക്ക് തിരിക്കും. ഏതായാലും രക്തസാക്ഷി കുടുംബങ്ങളെ കണ്ടുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുടക്കമിടുകയാണ് രാഹുൽ. നേരത്തെ ഷുഹൈബിൻ്റെ പിതാവ് നമ്മളോട് സംസാരിച്ചപ്പോൾ ഷുഹൈബിന് പൂർണ്ണമായി നീതി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. ഇക്കാര്യം അദ്ദേഹം രാഹുലിനോട് ഉന്നയിക്കും. അതായിരിക്കും പ്രധാനമായും ചർച്ചാ വിഷയം. രക്തസാക്ഷി കുടുംബങ്ങളെ കണ്ടുകൊണ്ട് തുടങ്ങുന്ന രാഹുലിൻ്റെ ഈ ഒരു പര്യടനം ഏതായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കൊലപാതക രാഷ്ട്രീയമടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാക്കാൻ ഉദ്ദേശിച്ചു. ഏതായാലും ഇപ്പോൾ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ മട്ടന്നൂർ വിമാനത്താവളത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഷുഹൈബിന്റെ കുടുംബാംഗങ്ങളെ കാണുകയാണ്, അവരുമായി സംസാരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് മനു ഭരത്തും അതുപോലെ കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും ചേരുകയാണ്. മനു, അവിടെ നിന്നും അദ്ദേഹം വരുന്നത് കാസർഗോഡേക്കാണ്, കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബങ്ങളെ കാണുവാൻ. അവിടെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ രാഹുലിനെ സ്വീകരിക്കാനായി തയ്യാറെടുത്തു നിൽക്കുകയാണോ?
ശരത്, ഞാനിപ്പോൾ കൃപേഷിൻ്റെ വീട്ടിലാണുള്ളത്. കൃപേഷിൻ്റെ സഹോദരി അല്പം മുമ്പാണ് +2 പരീക്ഷ എഴുതിയതിനു ശേഷം വീട്ടിൽ എത്തിയത്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം ഈ പെരിയയിലുള്ള കേന്ദ്ര സർവകലാശാലയുടെ ഹെലിപ്പാഡിൽ ഇറങ്ങും. അവിടെ നിന്ന് അദ്ദേഹം റോഡ് മാർഗമായിരിക്കും ഇങ്ങോട്ട് വരിക. വലിയ തോതിലുള്ള സജ്ജീകരണം, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വരവിനോടനുബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകരായ ഹൈബി ഈഡൻ, അതുപോലെ ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഉണ്ട്. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ കാണാനായി ഈ നാട്ടുകാർക്ക് വേണ്ടിയുള്ള ചെറിയ സജ്ജീകരണങ്ങളും സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. അവർക്കെല്ലാം ഒരു ബാരിക്കേഡ് തിരിച്ച് അവർക്ക് രാഹുൽ ഗാന്ധിയെ കാണാനും ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഈ വീടിനകത്തേക്ക് അധികം ആളുകളെ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രവേശിപ്പിക്കില്ല. വളരെ ചുരുങ്ങിയ കോൺഗ്രസ് നേതാക്കളെ മാത്രമേ വീടിനകത്തേക്ക് പോകാൻ അനുവദിക്കൂ. ഈ കുടുംബവുമായി രാഹുൽ ഗാന്ധി 10-20 മിനിറ്റോളം സംവദിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കനത്ത സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഈ പ്രദേശത്തുള്ള വാഹന ഗതാഗതം മറ്റും കാര്യങ്ങളും പോലീസ് നിയന്ത്രിച്ചിട്ടുണ്ട്. എന്നാൽ നാട്ടുകാർക്ക് രാഹുൽ ഗാന്ധിയെ കാണാനും ഉള്ള സൗകര്യവും സുരക്ഷാ സംവിധാനം. രാഹുൽ ഗാന്ധി എത്തുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് മനു ഇപ്പോൾ നൽകിയത്. ഷഹീദ് കൂടി ചേരുകയാണ്. ഷഹീദ്, ഇപ്പോൾ തൃശ്ശൂരിന് പിന്നാലെ വൈകിട്ടാണ് കോഴിക്കോട്ട് ജനമഹാറാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. തൃശ്ശൂരെ പോലെ തന്നെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രസംഗവും വാഗ്ദാനങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. വടക്കൻ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ പ്രചാരണ തുടക്കമാക്കി മാറ്റുകയാണോ നേതാക്കളും പ്രവർത്തകരും രാഹുലിൻ്റെ വരവിനെ? തീർച്ചയായും ശരത്ത്, അങ്ങനെ തന്നെയാണ്. വടക്കൻ കേരളത്തിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രാരംഭം കുറിച്ചുകൊണ്ടാണ് വൈകിട്ട് 4:30 കോഴിക്കോട് കടപ്പുറത്ത് ഈ റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത്. 1 ലക്ഷത്തിലധികം പേർ ഈ റാലിയിൽ കോഴിക്കോട് കടപ്പുറത്ത് ഈ വേദിയിൽ എത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ നമ്മോട് അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള ഞാനിപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് രാഹുൽ പങ്കെടുക്കുന്ന വേദിക്കരികയാണുള്ളത്. അവിടെ പ്രവർത്തകർ, കോൺഗ്രസ് വളണ്ടിയർമാരൊക്കെ എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും ശരത് സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിൽ BJP-യെ താഴെയിറക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ബദൽ മൂവ്മെന്റിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളൊരു രാഷ്ട്രീയമായിരിക്കും പ്രധാനമായും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുക. ഒപ്പം തന്നെ ഈ ഷുഹൈബിന്റെയും അതുപോലെ തന്നെ പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസിലെ കുടുംബാംഗങ്ങളെയും കണ്ടാണ് രാഹുൽ ഗാന്ധി തിരിച്ചെത്തുന്നത്, കോഴിക്കോട്ടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ റാലിയിൽ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ, പ്രധാനമായും CPM-നെതിരെ ആ തരത്തിൽ അക്രമ രാഷ്ട്രീയം മുൻനിർത്തിയുള്ള ഒരു ശക്തമായ ഒരു പ്രസംഗവും അദ്ദേഹം ഈ റാലിയിൽ ജനങ്ങളോട് അഭിസംബോധന ചെയ്യുമ്പോൾ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായില്ലെങ്കിൽ കൂടി രാഹുൽ ഗാന്ധിയെ തന്നെ നേരിട്ട് ഇറക്കി പ്രചരണത്തിന്റെ ആദ്യഘട്ടം തന്നെ വലിയ ഒരു ജനസഞ്ചയത്തെ കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തിച്ച് വലിയ ഒരു റാലിയാക്കി മാറ്റാനുള്ള ഒരു നീക്കത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. മുതിർന്ന നേതാക്കന്മാരെല്ലാം, AICC നേതാവ് മുകുൾ വാസ്നിക് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് കേരളത്തിലെയും പുറത്തുമുള്ള മുതിർന്ന നേതാക്കന്മാർ, ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, ഒപ്പം മലപ്പുറം പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കന്മാർ എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. ഒപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര തർക്കവുമായി ബന്ധപ്പെട്ട ചില കൂടിക്കാഴ്ചകൾ ഈ വേദിയിൽ, ഈ കോഴിക്കോട് കടപ്പുറത്ത് ഇരു പാർട്ടി നേതാക്കന്മാരും എത്തുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുമെന്ന ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ തരത്തിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള റാലിയാണ്. ഒപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര തർക്കവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ കൂടിക്കാഴ്ചകളും വൈകിട്ട് ഇവിടെ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ CPM-നെയും കേന്ദ്രത്തിൽ BJP-യെയും ഒരുപോലെ കടന്നാക്രമിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രചാരണത്തിനായിരുന്നു കേരളത്തിൽ രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. കൊലപാതക രാഷ്ട്രീയവും പ്രളയവും ഓഖിയും നേരിടുന്നതിലുണ്ടായ പാളിച്ചകൾ ചർച്ചയാക്കി CPM-നെ നേരിടുക. പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികൻ വസന്തകുമാറിന്റെ വീട് സന്ദർശിച്ച് BJP-യുടെ ദേശീയതാവാദത്തിന് മറുപടി നൽകുകയായിരുന്നു തീരുമാനമെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ സാധിച്ചില്ല. 3 വിഷയങ്ങളിൽ ഊന്നിയായിരിക്കും കോൺഗ്രസ് കേരളത്തിൽ LDF-നെ നേരിടുക. ആദ്യത്തേത് രാഷ്ട്രീയ കൊലപാതകം തന്നെ. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങളെ സന്ദർശിക്കാൻ മാത്രം കാസർഗോഡ് വരെയുള്ള യാത്ര ഇതിന്റെ ഭാഗമാണ്. 2 പേരുടെയും കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്ത് CPM-ആണ്. തീരമേഖലയായിരിക്കും കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രചാരണ വിഷയം. 545 കിലോമീറ്റർ വരുന്ന തീരദേശത്തെ ജനതയെ ഒറ്റക്കെട്ടായി കോൺഗ്രസിലേക്ക് അടുപ്പിക്കുകയാണ് ലക്ഷ്യം. ഓഖിയും പ്രളയത്തിലെ രക്ഷാപ്രവർത്തനവുമെല്ലാം തെരഞ്ഞെടുപ്പ് വിഷയമാകും. For example, when a cyclone comes, it is the fishermen who go and save people. So, it is not your job to save people. It is the Coast Guard's job and the Navy's job. BJP ഉയർത്തുന്ന ദേശീയതയ്ക്ക് സൈന്യത്തോടും ഭരണഘടനാ സംവിധാനങ്ങളോടും ചേർന്ന് നിന്നുള്ള മറുപടിയായിരിക്കും കോൺഗ്രസ് നൽകുക. പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികന്റെ വയനാട്ടിലെ വസതി സന്ദർശിക്കാൻ തീരുമാനിച്ചത് ഈ സാഹചര്യത്തിലായിരുന്നു. മാവോയിസ്റ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അനുമതി ലഭിച്ചില്ലെങ്കിലും വരും ദിവസങ്ങളിലും സൈന്യത്തോട് ചേർന്ന് നിന്ന് ബദൽ ദേശീയതാവാദമായിരിക്കും കോൺഗ്രസ് ഉയർത്തുക. ദേശീയതലത്തിൽ വന്നേക്കാവുന്ന സഖ്യങ്ങളെയൊക്കെ അവഗണിച്ച് കേരളത്തിൽ പോരാട്ടം
CPM-ന് എതിരെ തന്നെയെന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. ഇതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയും CPM-ഉം ഇനി നൽകേണ്ടി വരിക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അഭ്യൂഹങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും മത്സരിക്കില്ലെന്ന് ഉറപ്പായി. മത്സരിക്കാനില്ലെന്ന നിലപാട് ഹൈക്കമാൻഡ് അംഗീകരിച്ചു. നാളെ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നേതാക്കൾ. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി തൃശൂർ രാമനിലയത്തിൽ മുതിർന്ന നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും മത്സരത്തിനില്ലെന്ന നിലപാട് രാഹുൽ ഗാന്ധി അറിയിച്ചു. രാഹുൽ ഇതിന് സമ്മതമറിയിച്ചതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏറ്റവും വലിയ തടസ്സമാണ് നീങ്ങിയത്. പ്രധാന നേതാക്കളിൽ ആരെല്ലാം മത്സരിക്കുമെന്ന് വ്യക്തതയില്ലാത്തതിനാൽ ഇവരെ പരിഗണിക്കുന്ന മണ്ഡലങ്ങൾ മാത്രമല്ല ഒഴിച്ചിടേണ്ടി വന്നത്. സാമുദായിക സമവാക്യങ്ങൾ നോക്കേണ്ടതിനാൽ മറ്റു മണ്ഡലങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉമ്മൻചാണ്ടി മത്സരത്തിനില്ലെന്ന് വ്യക്തമായതോടെ ഇടുക്കി, കോട്ടയം സീറ്റുകൾ കേരള കോൺഗ്രസുമായി വെച്ചുമാറാനുള്ള സാധ്യതയും അടഞ്ഞു. ചാലക്കുടി മണ്ഡലത്തിൽ UDF കൺവീനർ ബെന്നി ബെഹ്നാൻ തന്നെയാവും സ്ഥാനാർത്ഥിയെന്നതും ഉറപ്പായി. മുല്ലപ്പള്ളി മാറി നിൽക്കുമ്പോൾ വടകരയിൽ P. ജയരാജനെ നേരിടാൻ പകരം ആര് എന്ന ചോദ്യത്തിന് ഇനി ഉത്തരം കണ്ടെത്തണം. ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായി മുതിർന്ന നേതാക്കളെല്ലാം ഡൽഹിക്ക് തിരിക്കും. 2 ദിവസത്തിനുള്ളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നേതാക്കൾ. 3 പ്രധാനപ്പെട്ട നേതാക്കളുടെ കാര്യത്തിൽ തീരുമാനമായതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിലെ പ്രധാന കടമ്പ കടന്നിരിക്കുന്നു. ശേഷിക്കുന്ന പ്രശ്നങ്ങൾ നാളെയോടെ പരിഹരിച്ച് മറ്റന്നാൾ പട്ടിക പുറത്തിറക്കാനാണ് ആലോചിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് R. കിരൺ ബാബുവിനൊപ്പം തൃശൂരിൽ നിന്ന് N. ശ്രീനാഥ്, ന്യൂസ് 18. കേരള കോൺഗ്രസിലെ തർക്കങ്ങളിൽ തീരുമാനം നാളെ. മുസ്ലിം ലീഗിനെ കൂടി ഉൾപ്പെടുത്തി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. അതേസമയം കോട്ടയം സീറ്റിൽ ഇനി പുനരാലോചനയില്ലെന്ന് മാണി വിഭാഗം ആവർത്തിച്ചു. പ്രശ്നം പരിഹരിക്കാനുള്ള തിരക്കേറിയ ചർച്ചകളിലാണ് കോൺഗ്രസ്. മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഇന്ന് ആശയവിനിമയം പൂർത്തിയാക്കും. മാണി വിഭാഗം നേതാക്കളുമായി ചർച്ച നടത്തി നാളെ വൈകിട്ടത്തോടെ തീരുമാനമെടുക്കാനാണ് ശ്രമം. അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നാണ് PJ ജോസഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ. നാളെ വൈകുന്നേരത്തേക്ക് തീരുമാനം പറയാമെന്ന് പറഞ്ഞിരിക്കുന്നു. പല വിഷയങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ എപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ഇടുക്കി സീറ്റ് ജോസഫിന് നൽകാനുള്ള ആലോചനകളും കോൺഗ്രസ് നടത്തുന്നുണ്ട്. പക്ഷെ പാർട്ടിയിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പുണ്ടായേക്കും. മുസ്ലിം ലീഗും ഇതിനെ എതിർക്കാനാണ് സാധ്യത. പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്ന ജോസഫിന്റെ ആവശ്യം പരിഗണനയിലാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ നടക്കുന്ന വിവാദങ്ങളിൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. ജോസഫിനൊപ്പം ചേർന്ന് നിന്ന് കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങളിൽ മാണി വിഭാഗവും അതൃപ്തിയിലാണ്. കോൺഗ്രസ് എത്ര സമ്മർദ്ദം ചെലുത്തിയാലും കോട്ടയത്ത് ഇനി സ്ഥാനാർത്ഥിയെ മാറ്റേണ്ട എന്നതാണ് മാണി വിഭാഗത്തിന്റെ തീരുമാനം. കേരള കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി തന്ന സീറ്റ് കോട്ടയമാണ്. ആ കോട്ടയത്ത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു. അത് മതിയായ ആലോചനകൾക്ക് ശേഷവും സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർമാർ 98 പേരാണ്. അതിൽ 74 പേര് റിട്ടേൺ ഡോക്യുമെന്റ് അല്ലേ. ഇടുക്കി സീറ്റ് ജോസഫിന് നൽകുന്നതിനെ കേരള കോൺഗ്രസ് എം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയിൽ നിന്ന് മാറാതെ നേതൃസ്ഥാനം പിടിച്ചെടുക്കുക എന്ന തന്ത്രമാണ് ജോസഫ് പയറ്റുന്നത്. കേരള കോൺഗ്രസിലെ തർക്കങ്ങളിൽ ആര് ജയിക്കുമെന്ന് നാളെ അറിയാം. വലിയ പൊട്ടിത്തെറിയിലേക്ക് കടക്കാതെ പ്രശ്നം പരിഹരിക്കാനായില്ലെങ്കിൽ അത് പല മണ്ഡലങ്ങളിലെയും ജയസാധ്യതയെ പോലും ദോഷകരമായി ബാധിക്കും. ഇതാണ് കോൺഗ്രസിന് മുന്നിലുള്ള പ്രധാന തലവേദന. ക്യാമറമാൻ ലിബിൻ കൗമനൊപ്പം തൊടുപുഴയിൽ നിന്നും G. ശ്രീജിത്ത്, ന്യൂസ് 18. ഇടതുമുന്നണിക്ക് അസൽ വിജയമുണ്ടാകുമെന്ന് VS അച്യുതാനന്ദൻ. സജീവമായി തന്നെ പ്രചാരണത്തിന് ഇറങ്ങുമെന്നും VS പറഞ്ഞു. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി A. സമ്പത്ത് VSനെ സന്ദർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സജീവമായി തന്നെ പ്രചരണ രംഗത്തുണ്ടാകുമെന്ന് VSന്റെ ഉറപ്പ്. മുന്നണിയുടെ വിജയത്തിലും VSന് സംശയമില്ല. മുന്നണി നല്ല വിജയം ഉണ്ടാവും ഇടതുമുന്നണിക്ക് അസലായിട്ട്. കടുത്ത വേനലിലെ പ്രചരണത്തിലെ ബുദ്ധിമുട്ട് VSുമായി പങ്കുവച്ച് സമ്പത്ത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതൊക്കെ വേണ്ടിവരുമെന്ന് VSന്റെ മറുപടി. നാളെ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി C. ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസർ VS ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ഉൾപ്പെടെ വിവിധ ജില്ലകളിലും വരും ദിവസങ്ങളിൽ VS പ്രചരണത്തിലെത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യം വേണ്ടെന്ന തീരുമാനത്തിൽ കോൺഗ്രസിൽ പുനരാലോചന. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തകരുടെ അഭിപ്രായം തേടി ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് സ്വീകരിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നാണ് സഖ്യസാധ്യത വീണ്ടും പരിശോധിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമില്ലെന്നാണ്
PCC അധ്യക്ഷ ഷീലാ ദീക്ഷിതും സംസ്ഥാന നേതാക്കളും ആവർത്തിക്കുന്നത്. ഇതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തകരുടെ അഭിപ്രായം അറിയാനുള്ള AICC നീക്കം. പാർട്ടിയുടെ ശക്തി മൊബൈൽ ആപ്പിലൂടെ പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിലൂടെയാണ് പ്രവർത്തകരുടെ അഭിപ്രായം തേടിയത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി PC ചാക്കോയുടേതാണ് സന്ദേശം. 2 ദിവസത്തെ സർവേക്ക് ഇന്നലെയാണ് തുടക്കമായത്. പ്രവർത്തകരുടെ അഭിപ്രായം സഖ്യത്തിന് അനുകൂലമാണെങ്കിൽ ഇത് കാട്ടി ഹൈക്കമാൻഡ് സഖ്യത്തിനായി സംസ്ഥാന നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ശക്തമാക്കും. ന്യൂഡൽഹി, ചാന്ദിനി ചൌക്ക്, വടക്ക് പടിഞ്ഞാറൻ ഡൽഹി സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ ആം ആദ്മി പാർട്ടി സന്നദ്ധത അറിയിച്ചിരുന്നു. അവശേഷിക്കുന്ന 4 സീറ്റുകളിൽ 3-ൽ AAP മത്സരിക്കും. 1-ൽ ഇരു പാർട്ടികൾക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ധാരണ. സഖ്യം അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ നിലപാട്. എന്നാൽ ത്രികോണ മത്സരം നടന്നാൽ വോട്ടുകൾ ഭിന്നിക്കുന്നത് BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് ഹൈക്കമാൻഡിന്റെ ആശങ്ക. ന്യൂസ് 18 ഡൽഹി. കർത്താപൂർ ഇടനാഴി സംബന്ധിച്ച് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രതിനിധി സംഘം കൂടിക്കാഴ്ച പുനരാരംഭിച്ചു. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് ബന്ധം വഷളായതിനു ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങളും ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. ഗുരുനാനാക്കിന്റെ സമാധി സ്ഥലമായ കർത്താർപൂർ ഗുരുദ്വാര ഇപ്പോൾ പാകിസ്ഥാനിലാണ്. സിഖ് മതവിശ്വാസികളുടെ വിശുദ്ധ കേന്ദ്രമായ ഇവിടേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പാതയാണ് കർത്താപൂർ ഇടനാഴി. ഇന്ത്യയിലെ വിശ്വാസികൾക്ക് ഇടനാഴി വഴി സുരക്ഷിതമായി തീർത്ഥാടനം നടത്തുന്നതിനും തീർത്ഥാടനം സുഗമമാക്കുന്നതിനുമുള്ള തീരുമാനങ്ങൾ ചർച്ചയിൽ കൈക്കൊള്ളും. റഫാൽ ഇടപാടിൽ അന്വേഷണം വേണ്ടെന്ന സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം തുടരും. ഇടപാടുമായി ബന്ധപ്പെട്ട പ്രതിരോധ മന്ത്രാലയ രേഖകൾ മോഷ്ടിച്ചതായി അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത് വിവാദമായിരുന്നു. തുടർന്ന് കേന്ദ്ര സർക്കാർ ഇന്നലെ സമർപ്പിച്ച സത്യവാങ്മൂലം കോടതിയുടെ പരിഗണനയ്ക്കെത്തും. തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. തളിയിൽ നിന്ന് യുവാവിനെ 2-അംഗ സംഘം ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കേസിൽ പിടിയിലാകാനുള്ള പ്രതികൾക്കായി അന്വേഷണ സംഘം തമിഴ്നാട്ടിലും തെരച്ചിൽ വ്യാപകമാക്കി. കേസിലെ മുഖ്യപ്രതി ബാലുവാണ് കൊല്ലപ്പെട്ട അനന്തുവിനെ ബൈക്കിൽ കയറ്റി മറ്റൊരു പ്രതിയായ ഹരിക്കൊപ്പം നിറമൺകര ഭാഗത്തേക്ക് പോയത്. ഇക്കാര്യം CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തളിയലിൽ ഉണ്ടായിരുന്ന പ്രതികൾ അവിടെ നിന്ന് അനന്തുവിന്റെ ബൈക്കിൽ തന്നെയാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. മർദ്ദിച്ച ശേഷം അനന്തുവിനെ 2-അംഗ സംഘം ബൈക്കിൽ കൊണ്ടുപോയെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. വീട്ടിൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സൗണ്ട് കേട്ടു. ഒരാൾ അടിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഇറങ്ങുന്നത്. ഇറങ്ങിയപ്പം ഒരു പയ്യനെ, മരിച്ചുപോയ പയ്യനെ ബലമായിട്ട് ഒരു ബൈക്കിൽ പിടിച്ച് കയറ്റി പിടിച്ച് ബലമായിട്ട് കയറ്റുന്നതാണ് കണ്ടത്. സംഭവത്തിൽ 2 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റു പ്രതികൾക്കു വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. പ്രതികളിലൊരാളായ വിഷ്ണു ഉൾപ്പെടെ 2 പേർ ചെന്നൈയിലേക്ക് കടന്നതായി കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുകയാണ്. DCP R ആദിത്യയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. തളിയലിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. തട്ടിക്കൊണ്ടുപോകൽ പരാതി ലഭിച്ചിട്ടും പോലീസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കമ്മീഷൻ പരിശോധിക്കുക. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവിയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവല്ലയിൽ യുവാവ് തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. 60% പൊള്ളലേറ്റ പെൺകുട്ടി കൊച്ചിയിലെ ആശുപത്രിയിൽ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. പ്രതി അജിൻ റെജി മാത്യുവിനെ റിമാൻഡ് ചെയ്ത് മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റി. പെൺകുട്ടി മരിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ പ്രചരിച്ചിരുന്നു. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് തിരുവല്ല പോലീസ് അറിയിച്ചു. കോഴിക്കോട് കായണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC ഉത്തരക്കടലാസ് വഴിയരികിൽ കണ്ടെത്തിയ സംഭവത്തിൽ എക്സാം ചീഫിനെയും ഡെപ്യൂട്ടി ചീഫിനെയും മാറ്റി. നാട്ടുകാരാണ് ഉത്തരക്കടലാസ് ഇന്നലെ വൈകുന്നേരം റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മലയാളം, സംസ്കൃതം, അറബിക് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളാണ് കായണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ കുറ്റിവയൽ റോഡരികിൽ കണ്ടെത്തിയത്. ഉത്തരക്കടലാസുമായി രക്ഷിതാക്കൾ സ്കൂളിലെത്തുകയായിരുന്നു. തുടർന്ന് അന്വേഷണ വിധേയമായി സ്കൂൾ അറ്റൻഡർ സിബിയെ സസ്പെൻഡ് ചെയ്തു. ഇതിനു പിന്നാലെയാണിപ്പോൾ പരീക്ഷാ ജോലിയിലുണ്ടായിരുന്ന എക്സാം ചീഫിനെയും ഡെപ്യൂട്ടി ചീഫിനെയും മാറ്റി നിർത്താൻ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നിർദ്ദേശം. സസ്പെൻഡ് തന്നെ കൊടുത്തുകൂടെ, ഡിസ്പാച്ച് രജിസ്റ്ററിൽ ഒപ്പിട്ട് വാങ്ങി പോസ്റ്റ് ഓഫീസിലേക്ക് അയക്കുക ചെയ്യാം. പക്ഷെ ഇത് അയാൾ ബൈക്കിൽ വെച്ചപ്പോൾ അയാൾ പറയുന്ന അയാൾക്ക് പ്രഷർ കൂടി ബൈക്ക് ചെരിഞ്ഞു പോയി. പക്ഷെ അതിലൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നടപടി. വീഴ്ച സംഭവിച്ചതായി വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. പരീക്ഷ പൂർത്തിയായ ശേഷം ഉത്തരക്കടലാസ് പോസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നതിനിടെയാണ് അറ്റൻഡർ സിബിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. SSLC പരീക്ഷയുടെ ആദ്യ ദിനം തന്നെ സംഭവിച്ച ഗുരുതര വീഴ്ച വിദ്യാഭ്യാസ വകുപ്പിന് നാണക്കേടായിട്ടുണ്ട്.
എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കർണാടകയിലെ താരമണ്ഡലം ഇക്കുറി മാണ്ഡ്യയാണ്. നടൻ അംബരീഷ് 3 വട്ടം ജയിച്ച മണ്ഡലത്തിൽ ഭാര്യ സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത്. മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിൽ സുമലത ഉറച്ചു നിൽക്കുമ്പോൾ JDSന്റെ നെഞ്ചിടിപ്പേറുകയാണ്. മാണ്ഡ്യയുടെ ഹൃദയത്തിൽ ജയിക്കാനാണ് സുമലതയുടെ യാത്ര. കോൺഗ്രസിന്റെ പിന്തുണയില്ല. പിന്മാറാൻ JDSന്റെ സമ്മർദ്ദം വേണ്ടുവോളം. പകരം ജയസാധ്യതയുള്ള സീറ്റ് തരാമെന്ന വാഗ്ദാനം സുമലത നിരസിച്ചു. മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ മകനും കന്നഡ നടനുമായ നിഖിൽ ഗൌഡയാണ് മാണ്ഡ്യയിലെ JDS സ്ഥാനാർത്ഥി. ಜೊತೆಯಲ್ಲಿ ನಾವು ಪ್ರೀತಿ ವಿಶ್ವಾಸದ ಜೊತೆಯಲ್ಲಿ ನಾವಿದ್ದೀವಿ. 2014 ത്രികോണ പോരാട്ടം നടന്ന മാണ്ഡ്യയിൽ കഷ്ടിച്ചാണ് JDS ജയിച്ചത്. കഴിഞ്ഞ വർഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. JDSന്റെ ഭൂരിപക്ഷം 3 ലക്ഷത്തിലേറെയായി. ഇത്തവണ അംബരീഷിന്റെ പേരിൽ സുമലത ഇറങ്ങുമ്പോൾ JDS വിയർക്കും. കന്നഡ സിനിമയിൽ റിബൽ സ്റ്റാർ എന്ന വിളിപ്പേരായിരുന്നു അംബരീഷിന്. മാണ്ഡ്യയിൽ റിബൽ സ്റ്റാർ ആണ് അംബരീഷിന്റെ പ്രിയതമ. കരിമ്പു കൃഷിയുടെ നാട്ടിലെ പോരാട്ടം സൂപ്പർ ഹിറ്റാകുമെന്നുറപ്പിച്ചാണ് മലയാളത്തിന്റെ പ്രിയ നായികയുടെ പ്രചാരണം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. BJP നേതാവ് കുമ്മനം രാജശേഖരൻ ഇന്ന് ശബരിമലയിലെത്തും. രാവിലെ തിരുവനന്തപുരം തൈക്കാട് ശാസ്താക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ചാണ് കുമ്മനം ശബരിമലയിലേക്ക് തിരിച്ചത്. പന്തളം ക്ഷേത്രം, ആറന്മുള ക്ഷേത്രം എന്നിവിടങ്ങളിൽ കുമ്മനം സന്ദർശനം നടത്തി. പെരുന്നാട് ആശ്രമത്തിൽ വിശ്രമിച്ച് ഉച്ചയ്ക്ക് ശേഷമേ ശബരിമലയിലേക്ക് തിരിക്കൂ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വൻതുക മാറ്റിവെച്ച് വിപ്രോ ചെയർമാൻ അസിം പ്രേംജി. 1.45 ലക്ഷം കോടി രൂപ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചതായി അസിം പ്രേംജി ഫൗണ്ടേഷൻ അറിയിച്ചു. വിപ്രോയുടെ 34% ഓഹരിയിൽ നിന്നുള്ള വരുമാനം ഫൗണ്ടേഷന് കൈമാറുകയായിരുന്നു. കമ്പനിയുടെ 74.3% ഓഹരികൾ അസിം പ്രേംജിയുടെ കുടുംബത്തിന്റെ കൈവശമാണ്. പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിലാണ് അസിം പ്രേംജി ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്.